കൊല്ലത്ത് തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ എന്ന 13 വയസ്സുകാരൻ ഇലക്ട്രിസിറ്റിയുടെ അനാസ്ഥയ്ക്ക് ബലിയാടാകേണ്ടി വന്നതിൽ അതിയായി ദുഃഖിക്കുകയും ആ കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആ കുടുംബത്തിൻ്റെ തീരാ ദുഃഖത്തിൽ പങ്കാളിയുമാകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നില്ലേ, വേണ്ടുന്ന സുരക്ഷയൊന്നുമില്ലാതെ വളരെ താന്നു തൂങ്ങിക്കിടക്കുന്ന ഇലക്ട്രിസിറ്റി ലൈനുകൾ. ആ ലൈനുകൾ സ്കൂൾ കോമ്പൗണ്ട് വരെയുള്ള ഇടങ്ങളിൽ PVC പൈപ്പുകൾ കൊണ്ട് കോട്ടിങ് നടത്തിയിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിന് ഈ ഗതി വരുമായിരുന്നോ? അധികാരികളുടെ അനാസ്ഥയും പിടിപ്പുകേടിൻ്റെയും ഇരയായത് ഒരു 13 വയസ്സുകാരൻ. ഇവിടെ എന്തിന് ടീച്ചറെ സസ്പെൻഡ് ചെയ്യണം? ടീച്ചറിന് ഇലക്ട്രിസിറ്റിയിലും കൂടി ജോലി ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാട്ടിക്കൂട്ടി തഴുതപ്പോവാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. എല്ലാ സ്കൂൾ കോമ്പൗണ്ടുകളുടെയും കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റി കമ്പികൾ പ്ലാസ്റ്റിക് കോട്ടിങ്ങുകൾ ചെയ്യുക. അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇനിയും ഒരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ ഇങ്ങനെയുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത്.